പറഞ്ഞത് ദൈവമാണെങ്കിൽ, കേട്ടത് ദൈവശബ്ദമാണെന്ന് ഉറപ്പാണെങ്കിൽ, സാഹചര്യങ്ങൾ എത്ര തന്നെ പ്രതികൂലമായിരുന്നാലും നിൻ്റെ ലൈഫിനകത്ത് കേട്ട ദൈവശബ്ദം നിറവേറിയിരിക്കും. മോർണിംഗ് മന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും സ്വാഗതം. അനുഗ്രഹീതമായി നല്ല ദിവസം കർത്താവ് നമുക്ക് ദാനമായിട്ട് തന്നു. പ്രാർത്ഥനയോടെ ഇന്നലെ ഞാൻ ചിന്തിച്ച് തുടങ്ങിയ വചനം നമ്മൾ വീണ്ടും ചിന്തിക്കുക. നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം 20-ാമത്തെ വാക്യം. അതിന് ഞാൻ അവരോട്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, ആകയാൽ അവൻ്റെ ദാസന്മാരെ ഞങ്ങൾ എഴുന്നേറ്റ് പണി. നിങ്ങൾക്കോ യെരൂശലേമിൽ ഒരു ഓഹരിയും അവകാശ ജ്ഞാപകവും ഇല്ല എന്ന് ഉത്തരം പറയും. വെല്ലുവിളിക്കുന്ന ചിലതിൻ്റെ നേരെയൊക്കെ ആത്മാവിൽ നീ പ്രതികരിച്ചാൽ ചിലത് നിശബ്ദമാകും കേട്ടോ. അങ്ങനെ വെല്ലുവിളിക്കുന്നതിന് നേരെ പ്രതികരിക്കണമെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള കരുത്ത് പ്രാപിക്കണം. നെഹമ്യാവിന് വേണമെങ്കിൽ അവിടെ ഒരു കാര്യവും ചെയ്യാതെ അവൻ്റെ കാര്യം നോക്കി പോകാം, അല്ലേ? അവനെ ബാധിക്കുന്ന വിഷയമല്ല. പക്ഷേ പിതാക്കന്മാരുടെ ആ കല്ലറകളുള്ള ദേശം തീ വെച്ച് ചുട്ടുകിടക്കുന്നതൊക്കെയുള്ള ശബ്ദം കേട്ടപ്പോൾ കുറേ നാൾ ദുഃഖിച്ചും കരഞ്ഞും ഉപവസിച്ചും ഒക്കെ ദൈവസനി സമയം സ്പെൻഡ് ചെയ്തപ്പോൾ അവനൊരു ദൈവശബ്ദം കേൾക്കുകയാണ്, പുറപ്പെടുക. ആ കേട്ട ദൈവശബ്ദം എന്ത് ചെയ്തെന്നറിയാമോ? ആമേൻ, ഏറ്റവും അനുഗ്രഹീതമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങി കേട്ടോ. പക്ഷേ എതിരാളികൾ അടങ്ങിയിരിക്കത്തില്ല. ചില ദൈവപ്രവൃത്തികൾക്ക് വേണ്ടി ദൈവവൈദ്യരെ നീ സ്റ്റെപ്പ് വെക്കുമ്പോൾ എല്ലാം ഒന്നും ഓക്കെ ആകുമെന്ന് നീ ചിന്തിക്കരുത് കേട്ടോ. നിശ്ചയമായിട്ട് ദൈവവൈദ്യരെ ചില കാര്യങ്ങൾക്ക് വേണ്ടി നീ ഇറങ്ങിത്തിരിക്കുമ്പോൾ അസാധാരണമായ പവർ നിന്റെ മേൽ കടന്നു വന്ന്, കഴിവുകൾ കടന്നു വന്ന്, അതുവരെയും ബന്ധപ്പെടാത്ത വ്യക്തികളെ ഹല്ലേലൂയ ഒരുക്കി തന്ന് സാഹചര്യങ്ങളൊക്കെ ദൈവം ചെയ്യും, അനുകൂലമാക്കി തരും. ഒരു സംശയമില്ല, അനുകൂലമാക്കി തരും. ഇത് ഞാൻ പറയുമ്പോൾ ചിലർക്ക് വേണ്ടി ചിലത് അനുകൂലമായി വരുന്നു കേട്ടോ. സ്വർഗത്തിലെ ദൈവം ആ കാര്യം സാധിപ്പിക്കുന്നേ. പക്ഷെ പണിയുന്ന നിന്നിലൂടെ, പണിയുന്ന നിന്നിലൂടെ. ഹല്ലേലൂയ. ആ ഭാഗം നമുക്കറിയാം. 52 ദിവസം കൊണ്ട് ആ പണി പൂർത്തിയായി. എന്തൊക്കെ പ്രതികൂലങ്ങളാണ് വന്നേ? 1, ദുർബലന്മാരെന്ന് പറഞ്ഞ് വാക്കുകൾ കൊണ്ട് പരിഹസിച്ചു. 2, കലക്കം, യുദ്ധം, കൂട്ടുകെട്ടൊക്കെ കടന്നു വന്നു. 3, യോഗം കൂടാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സന്ധി സംഭാഷണത്തിന് വന്നു. 4, കൂടെയുള്ള ശമയ്യാവിനെ പോലും കൂലി കൊടുത്ത് കള്ളപ്രവചനം പറയാനും നെഗറ്റീവ് പറയാനും ഒക്കെ ആയിട്ട് ഉപയോഗിച്ചു. പല പ്രതികൂലങ്ങൾ പല രീതിയിൽ കടന്നു വന്നപ്പോഴും പൂർത്തീകരണത്തിലേക്ക് നെഹമ്യാവ് അടുത്തുകൊണ്ടേയിരുന്നു. ലക്ഷ്യം ഒന്നേ ഉള്ളായിരുന്നു, മതിൽ പണി പൂർത്തിയാക്കുക. 52 ദിവസം കൊണ്ട് ആ പണി പൂർത്തീകരിച്ച് ദൈവസേനയെ നന്ദി പറയുമ്പോൾ എതിരാളികളാകെ ഭയപ്പെട്ടു എന്ന് വായിക്കുന്നൊരു പദം 6-ാം അധ്യായത്തിലുണ്ട്. ആമേൻ. അവർക്ക് തന്നെ അവർ അല്പന്മാരായി തോന്നിയെന്നും ഇത് ദൈവത്തിൻ്റെ കൈയാൽ സാധ്യമായി എന്നും അവർ ഗ്രഹിച്ചു എന്ന് തിരുവചനത്തിനകത്ത് നമ്മൾ കാണുന്നു. ഹല്ലേലൂയ. നിലകളിൽ നിന്നെ പരിഹസിച്ചവർ കാണുകെ, നിലകളിൽ നിന്നെ കളിയാക്കിയവർ കാണുകെ, നീ ഭാരപ്പെടുന്ന ആ വിഷയത്തിനകത്ത് നിന്റെ ഞരക്കം കേട്ട് നിന്റെ തകർച്ച കണ്ട് സ്വർഗം നിനക്ക് കരുത്ത് തന്ന് ദൈവനിയോഗത്തോടെ ചുവടുവെക്കുമ്പോൾ നിശ്ചയമായിട്ടും ഒരു ദൈവിക മറുപടി കണ്ടുകൊണ്ട് കാണാനിടയായിത്തീരും. ഇതുവരെ കാണാത്തൊരു ദൈവപ്രവൃത്തിക്കായി ഒരുങ്ങിക്കോ. ഞാനിതൊരു ദൈവശബ്ദമായിട്ട് മാത്രമല്ല പറയുന്നത്. ചില ജീവിതത്തിൽ അടുത്ത ദിവസങ്ങളിൽ ചില മൈൽ സ്റ്റോണുകൾ കടക്കാൻ പോകുന്ന ചില ദൈവിക ഇടപെടലുകളായിട്ട് മാറാൻ പോകും. എന്നും നീ തകരത്തില്ല കേട്ടോ. എന്നും നീ തകർച്ചയുടെ വക്കിലായിരിക്കത്തില്ല. എന്നും നിന്നാപാത്രമായിരിക്കത്തില്ല കേട്ടോ. നിന്നാപാത്രമായിരിക്കുന്നതിനകത്തു നിന്ന് നിന്നെ ദൈവം എഴുന്നേൽപ്പിക്കും. വലിയ മാന്യത ദൈവം നിനക്ക് തരും. നിന്ദിച്ചവരുടെ മുമ്പിൽ മാനിച്ച് നടത്തുന്നൊരു ദൈവം. ഏത് പൊട്ടക്കുഴിയുടെ അനുഭവത്തിലൂടെ നീ പോയാലും, ഏത് പൊത്തിഫേറിൻ്റെ വീട്ടിൽ അപമാനം നീ ഏറ്റാലും, ആരൊക്കെ നിന്നെ ഹല്ലേലൂയ തിരസ്കരിച്ചാലും, ഒറ്റപ്പെടുത്തിയാലും, അവഗണിച്ചാലും, മറന്നു കളഞ്ഞാലും, വാഗ്ദത്ത നിവൃത്തിയുടെ സമയമാകുമ്പോൾ യോസഫേ, ആരൊക്കെ എതിരായിട്ട് നിന്ന് അവരൊക്കെ അത്ഭുതപ്പെടുന്ന രീതിയിൽ ഒരു ഭയങ്കര ദൈവപ്രവൃത്തി കാണാനായിട്ട് പോവാം. റെഡിയാകാൻ ആരോടൊക്കെ ദൈവാത്മാ പറയും. ഹല്ലേലൂയ. നാളുകളായിട്ട് കാത്തിരിക്കുന്ന വിഷയത്തിനകത്ത് റെഡിയാകാൻ ആരോടൊക്കെയോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് പറയും. ഈ ദൂതിനെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് അടുത്ത ചില ദിവസങ്ങൾ ആത്മനിയോഗത്തോടെ നീ ഭാരപ്പെടുന്ന ആ വിഷയം ശക്തമായിട്ടൊന്ന് പ്രാർത്ഥിയിൽ. കരിഞ്ഞുണങ്ങിക്കിടക്കുന്ന ലാൻഡിനകത്ത് പുതുമഴ പെയ്യുമ്പോൾ പച്ചപ്പ് പൊങ്ങി വരുന്നത് പോലെ ഒരു ദൈവപ്രവൃത്തി നില കണ്ടുകൊണ്ട് കാണും. യെസ്, ഒരു സാധ്യതയുമില്ല പുറത്തു വരാൻ. മാനുഷികമായിട്ടൊരു സാധ്യതയുമില്ല പത്രോസിന് പുറത്തു വരാൻ.
പക്ഷേ പ്രാർത്ഥിച്ച ദൈവസഭയുടെയും പ്രതീക്ഷിച്ച രോധയുടെയും കണ്ണുകൾക്ക് അത്ഭുതം കൂറുമാറ് 2 പടയാളികളുടെ നടുവിൽ നിന്ന് 2 ചങ്ങലകളെ അടിച്ച് 2 കാവലുകൾ കടന്ന് പട്ടണത്തിൻ്റെ ഇരുമ്പ് ഗേറ്റ് തകർത്ത് സ്വർഗത്തിലെ ദൈവം അവനെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഇത് എന്നോടും നിന്നോടുമുള്ള ഒരു ദൈവശബ്ദമാണ്. യെസ്, നിൻ്റെ ഭാവിയോടുള്ള ബന്ധത്തിൽ അടഞ്ഞു തീർന്നു, ഇനി നിനക്കൊരു എഴുന്നേൽപ്പില്ലെന്ന് ശത്രുവായ ഹേരോദാവ് നിന്നെ നോക്കി അധികാരവും ആയുധവും എല്ലാം ഉപയോഗിച്ച് അവൻ പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ, പത്രോസേ, സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ഉന്നതനും മീതെ ഉന്നതരും അവർക്ക് മീതെ അത്യുന്നതനും ജാഗരിക്കുന്നെന്ന് പറയുന്ന വചനം നിൻ്റെ ലൈഫിനകത്ത് അക്ഷരാർത്ഥം നിറവേറുക മാത്രമല്ല, ആ ഹേരോദാവിനെ കൃമിക്കിരയായി പ്രാണനെ വിടുന്നത് നിൻ്റെ കണ്ണുകൊണ്ട് കാണാനിടയായിത്തീരും. ആ ദൈവകരങ്ങൾ ഈ പ്രഭാതം ഏൽപ്പിക്കാം. കേട്ടത് കാണാൻ പോകുന്നു, കണ്ടത് പ്രാപിക്കാൻ പോകുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ പിതാവേ, വളരെ വ്യക്തമായിട്ട് ഈ ദൈവശബ്ദം ഇന്ന് ഞങ്ങൾക്ക് കൈമാറി. എളിയവനോടൊപ്പം ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന പല സഹോദരങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിനകത്ത് ആത്മനിയോഗത്തിൻ്റെ ചില പ്രവൃത്തികൾ ഈ നാളുകളിൽ കാണുവാനിടയാകട്ടെ. വിടുതലുകൾ കാണട്ടെ, ദൈവപ്രവൃത്തിയായി മാറട്ടെ, നിത്യതയിലെത്തുന്ന സാക്ഷ്യമായിട്ട് തീരട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.